കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ പ്രധാന സ്കന്ധമായ ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണാവതാരം വരികൾ സഹിതം പാരായണം തുടരുന്നു. അതുപോലെ ഈ വൈശാഖ മാസമാണിത്. ഈ വൈശാഖ മാസത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടൊത്ത് ഗരുഡാരൂഢനായി ഈ ഭൂമിയിലെങ്ങും സഞ്ചരിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. എവിടെ നാമസങ്കീർത്തനം കേൾക്കുന്നുവോ ആ ഭവനങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ അധിവാസമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ടായാൽ സർവസമ്പൽ സമൃദ്ധിയാണ് ഫലം. അതിനാൽ ഈ വൈശാഖ മാസം എല്ലാവരും നാമസങ്കീർത്തനങ്ങളാൽ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്നലത്തെ പാരായണത്തിൽ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു, ഈ പുസ്തകം എവിടെ കിട്ടും, ഈ ഭാഗവതം എവിടെ കിട്ടും, ആരാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചോദിച്ചിരുന്നു. നമസ്തേ. ഇതാണ് ആ ഞാൻ പാരായണം ചെയ്യുന്ന ഭാഗവതത്തിൻ്റെ ഫ്രണ്ട് കവർ പേജ്. ശ്രീമദ് ഭാഗവതം വിനായക ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഗദ്യ പരിഭാഷ സഹിതമുണ്ട്. എല്ലാ ബുക്ക് സ്റ്റാളിലും കിട്ടും. നമസ്തേ. പാരായണം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്ദമന്യേ കംസൻ ഭിന്നത്തൻ മണിമയ മന്ദിരമകം പൂക്കു സ്വസ്ഥനായിരുന്നുടൻ. തന്നുടേ പൂർവജന്മത്തിങ്കലുള്ള അവസ്ഥകൾ അന്നേരം ദൈവവശാലോർത്തു വിസ്മയം പൂണ്ടാൻ. മുന്നം ഞാൻ കാലനേമിയെന്നൊരു ദൈതേയനാകുന്നതു നാരായണനെന്നെ വധിച്ചതും ഇന്നിപ്പോൾ ഭോജേന്ദ്രനായ വന്നുളനായോരെന്നെ കൊന്നിടവതിനഖിലേശ്വരനിവിടെയും പനകാശനധ്വജൻ താനൊരു മനുഷ്യനായി വന്നവതരിച്ചിടുമെന്നോ കേൾക്കുകയും ചെയ്തു. തന്തിരുവടി എന്നെ കൊന്നരുളിയാൽ സർവബന്ധവുമൊഴിഞ്ഞു കൈവല്യവും പ്രാപിച്ചിടാം. ബന്ധവുമതിന്നു ഞാനിപ്പോഴേ സാധുക്കളെ സന്തതം ദക്ഷിക്കിലേ വന്നനുഭവിച്ചിടൂ. ചിന്തിച്ചേ വണ്ണമുറച്ചേടിന കംസൻ പുനരന്തര ദേവാംശജാതന്മാരായി മേവിടുന്ന സജ്ജനങ്ങളെ ദേശിച്ചെത്രയുമാനന്ദിച്ചാൻ. ദുർജന സഹചരനൽപ്പച്ചനനുദിനം
മുമ്പിനാൽ തൻ്റെ പിതാവ് ഉഗ്രസേനനെ തന്നെ വമ്പിനാലാശു വിഷ്ണു ഭക്തനെന്നറിഞ്ഞോരു ശങ്ക കൂടാതെ പിടിച്ചന്ത മന്ദിരത്തിങ്കൽ ശൃംഖല കൊണ്ടു തളച്ചിടിനാൻ ഗുണദ്വേഷി പിൻപനുചരന്മാരിൽ അൻപെഴുമസുരകൾ വമ്പനാം പ്രലംബകൻ ചാണൂരൻ തൃണാവർത്തൻ മുഷ്ടികൻ അരിഷ്ടകൻ കേശീധേനുഘനകൻ ദുഷ്ടനാം വിവിധനെന്നിത്യാദി മറ്റും ചില കഷ്ടകാരകന്മാരാം ദൈത്യവർഗത്തെയെല്ലാം ഒട്ടുമേ സന്ദേഹമുണ്ടാകാതെ നിരന്തരം നിത്യവും വൃഷ്ണന്തൈകഭോജ യാദവ ഗോപസത്തമന്മാർക്കുപദ്രവത്തിനു പൂതനയായ കർക്കശ മനസ്കതന്നോടുമങ്ങയച്ചവർ ഒക്കെ എങ്ങെങ്ങും നടന്നിടിനാരാഗം വണ്ണം സത്തുക്കൾ തമ്മെ ദേഷിച്ചിത്രയും പൊറുതികെട്ടർത്ഥകേകാദികളും ത്വക്യാ സംഭ്രമിച്ചവർ പഥ്യരക്ഷണത്തിനാരുള്ളതെന്നന്വേഷിച്ചു ഭൃത്യരായോരോ രാജ്യം തോറും ചെന്നകമ്പുക്കാർ കോസല വിഷയം പ്രാപിച്ചിതു ചിലർ ചിലരാതുരാൽ വിദേകരാജ്യം പ്രവേശിച്ചാർ ചിലർ ശോകേന നിഷധരാജ്യത്തിലുമകമ്പുക്കാർ ആകുലം പൂണ്ട് വിദർഭാലയം ബുക്കാർ ചിലർ ഇങ്ങനെ മറ്റും ചില രാജ്യങ്ങൾ തോറും ചെന്നു തെങ്ങിനോരഴൽ പൂണ്ടുമേവിനാരോരോ ജനം തങ്ങൾക്കുള്ളവ സർവവും ഉപേക്ഷിച്ചെങ്ങനെ പൊറുപ്പു മറ്റാവതില്ലല്ലോ താനും. അകാലം വസുദേവ പത്നി താൻ പെറ്റുണ്ടായ മക്കളെ കൊന്നാൻ കംസനാറുപേരെയും പിന്നെ ഗർഭവും അവൾക്കുടൻ ഉത്ഭവിച്ചേഴാമതും അത്ഭുതാകാരം ഫണീന്ദ്രാംശമായുണ്ടായി വന്നു. തൽപ്രഭാവത്തെ കണ്ടു ദുഃഖവും സന്തോഷവും ഉൾക്കാമ്പിൽ വളർന്നതു ദമ്പതിമാർക്കുമേന്മേൽ. തൽക്കാലേ സകൃൽപയൂരാശിയിലാഹിവര തൽപമൂർധനി യോഗനിദ്ര പൂണ്ടരുളിന ഭക്തവത്സലൻ പത്മനാഭൻ അച്യുതനജൻ ഉത്തമപുമാനഖിലേശ്വരൻ നാരായണൻ മുക്തലോചനൻ നിജ മായയോടരുൾ ചെയ്താൻ. ഇക്കാലം നമുക്കൊരു കാര്യമുണ്ടല്ലോ വേണ്ടു, പൃഥ്വിഭാരത്തെ തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാനായി മർത്യവംശത്തിൽ ചെന്നു നാമെല്ലാം ജനിക്കണം. തത്ര നീയതിന്നാശു മുമ്പിലങ്ങിപ്പോൾ തന്നെ ചിത്തസന്ദേഹം തീർന്നു ചെന്നുടൻ വസുദേവ പത്നി ദേവകിയുടെ ഗർഭം ആകർഷിച്ചന്യപത്നി രോഹിണിയിങ്കലാക്കേണമിപ്പോൾ. ജ്ഞാനം മത്തേജോലേശാംശം കൊണ്ടുത്ഭവിക്കുവൻ മമ ഭക്തയായത്യുത്തമയായ ദേവകിയെങ്കിൽ. പിന്നെ നീദാനം നിന്റെ യോഗവൈഭവം കൊണ്ടു നന്ദനന്ദിനിയായ സുന്ദരി യശോദയിൽ നിന്നുടൻ
മമ ജന്മസമയകാലത്തിങ്കൽ തന്നെ മത്സഹായർത്ഥമുത്ഭവിക്കണം നാദേ. എന്നാലങ്ങനേക സാധ്യങ്ങളുമുണ്ടായി വരും മന്നിടത്തിങ്കൽ പുനരംബിക നാരായണി ചണ്ഡിക ദുർഗാ വിദ്യാ ഭദ്രകാളിയും കൃഷ്ണവർണ മാധവി മഹാവൈഷ്ണവി ശാരദയും കുമുദ വിജയയുമേശാനി ഗൗരീത്യേവമമിത നാമങ്ങളും വർണ്ണിച്ചു മഹാജനം കേവലം സേവിച്ചിടും നിന്നെ. നീ എന്നാലവർക്കാപത്തെല്ലാമേ തീർത്തു കാത്തുകൊള്ളേണം നിത്യം. ദേവകിയുടെ ഗർഭം നീയുടനാകർഷിച്ചു ദേവി രോഗിണിയിങ്കലാക്കി നിന്നുണ്ടാകുന്ന ബാലനു സംഘർഷണനെന്നുളവാകും നാമം മേലിലങ്ങു വന്നു രാമാഗ്യരമ്യത കൊണ്ടും ഭൂമിയിലെങ്ങും വർണ്ണിച്ചിടുവോർ ബലം കൊണ്ടും കാമപാലനോ ബലഭദ്രനെന്നതും ചൊല്ലും. പിന്നെയും പല പല കർമ്മങ്ങൾ നിമിത്തമായി അന്നു ചില നാമധേയങ്ങൾ നമുക്കെല്ലാം സംഭവിച്ചിടും പോകുന്നിങ്ങനെ നിയോഗിച്ചാൻ അംബോജനേത്രൻ നിജയോഗമായ ദ്രുതം. തൽക്ഷണേ ഭഗവദ്വാക്യങ്ങളും പരിഗ്രഹിച്ചുൽഗമിച്ചതാ മായാദേവിയും വസുദേവ പത്നി ദേവകിയുടെ ഗർഭമാകർഷിച്ച് അന്യപത്നിയിലാക്കി നന്ദപത്നിയിൽ താനും നിന്ന. നമസ്തേ. അതിമനോഹരമായി ഈ ഭാഗം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. നാരായണായ വാസുദേവായ. വാസുദേവായ നാരായണായ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ദേവ 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 മഹേശ്വര. ഹരേ ദേവി 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 മഹേശ്വരി. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. പവനപുരീശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം.
നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരം പാരായണം തുടരും നാളെ. അതുപോലെ ഈ വൈശാഖ പുണ്യമാസത്തിൽ എല്ലാവരും എല്ലാ സമയങ്ങളിലും നാമജപം ശീലമാക്കുക. നമസ്തേ.